This is lecture 3 of module 4, working and cleaning of rapid gravity filter. ഇപ്പോൾ റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റർ കമ്പോണൻറ്റ് പാർട്സ് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ഇത് എന്തൊക്കെയാണ് കമ്പോണൻറ്റ് പാർട്സ്? എൻക്ലോഷർ ടാങ്ക് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കുലർ ടാങ്കാണ്, മെയ്ഡ് ഓഫ് മെയ്സൻറി ഓഫ് കോൺക്രീറ്റ്. പിന്നെ ഫിൽറ്റർ മീഡിയ സാൻഡ്, ബേസ് മെറ്റീരിയൽ ഗ്രാവൽ. ദെൻ ദ ഫിൽറ്റേർഡ് വാട്ടർ ഈസ് കളക്റ്റഡ് ത്രൂ അണ്ടർ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽസ് വഴി നമ്മൾ മെയിൻ ഡ്രെയിൻ അല്ലെങ്കിൽ സെൻട്രൽ ഡ്രെയിനിൽ വരും, അത് വെച്ച് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഈ വർക്കിംഗ് പറയുന്നതിന് മുമ്പിൽ ഇതിൻ്റെ വാൽവ്സ്, കുറച്ച് വാൽവ്സ് 1, 2, 3 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ആ വാൽവ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവ്. വാൽവ് നമ്പർ 2 വേസ്റ്റ് വാട്ടർ വാൽവ് ടു ഡ്രെയിൻ വാട്ടർ ഫ്രം ഇൻലെറ്റ് ചേംബർ. വാൽവ് നമ്പർ 3 വേസ്റ്റ് വാട്ടർ വാൽവ് to drain water from main drain. 4 filtered water supply valve. 5 compressed air valve. 6 wash water supply valve. അപ്പോൾ ഈ വാൽവ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ അതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാവും. അപ്പം വാൽവ് നമ്പർ 1 ഇൻലെറ്റ് വാൽവ്, 2 വേസ്റ്റ് വാട്ടർ വാൽവ് ടു ഡ്രെയിൻ വാട്ടർ ഫ്രം ഇൻലെറ്റ് ചേംബർ. Valve number 3 wastewater valve to drain water from main drain. Valve number 4 filtered water supply valve. 5 compressed air valve and 6 wash water supply valve. ഇപ്പോൾ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വാൽവ് നമ്പർ 1 ഈസ് ഫസ്റ്റ് ഓഫ് ആൾ ഓപ്പൺ, വിച്ച് ലീഡ്സ് ദ എഫ്ലുവൻറ്റ് ഓഫ് ദ കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ ബേസിൻ. ഇപ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്ററിൽ നമ്മൾ ഈ എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞത് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നായാലും മതിയായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ വരുമ്പോൾ എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞത് സെഡിമെൻറ്റേഷൻ വിത്ത് കൊയാഗുലേഷൻ ടാങ്കിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ എഫ്ലുവൻ്റ് ഈ ഫിൽറ്റർ ബെഡിലോട്ട് വരുമ്പോൾ വാൽവ് നമ്പർ 1 ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ വാൽവ് നമ്പർ 1 ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ, വിച്ച് ലീഡ്സ് ദ എഫ്ലുവൻ്റ് ഓഫ് ദ കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ ബേസിൻ ടു എൻറ്റർ ദ ഇൻലെറ്റ് ചേംബർ ഓഫ് ദ ഫിൽറ്റർ. ദിസ് വാട്ടർ gets filtered through the filter beds and the filtered water can be taken out from the main drain by opening valve 4. അപ്പോൾ വാൽവ് നമ്പർ 1 വഴി വാട്ടർ എൻ്റർ ചെയ്യും. ദെൻ ആ ഡ്രെയിൻ വാൽവിൽ നിന്നുള്ള വാട്ടർ എടുക്കണമെങ്കിൽ വാൽവ് നമ്പർ 4 ഓപ്പൺ ആയിരിക്കണം. ദിസ് ഫിൽറ്റേർഡ് വാട്ടർ ക്യാൻ ബി ടേക്കൺ ടു ദ ഡിസിൻഫെക്ഷൻ യൂണിറ്റ്. And thus when filter is in working condition, only these 2 valves are open. That is valve number 1 and valve number 4 shall be kept open and all other valves get closed. അപ്പോൾ വർക്കിംഗ് കണ്ടീഷനിൽ വാൽവ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവും പിന്നെ വാൽവ് നമ്പർ 4 മാത്രമേ ഓപ്പൺ ആയിരിക്കൂ എന്ന് പറഞ്ഞാൽ ഫിൽറ്റേർഡ് വാട്ടർ സപ്ലൈ വാൽവ്. ബാക്കി എല്ലാ വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ശരിക്കും ഇത്രയേ ഉള്ളൂ അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ബാക്ക് വാഷിംഗ് അപ്പോൾ ക്ലീനിങ് ഓഫ് ദ ഫിൽറ്റർ. ബാക്ക് വാഷിംഗ്, വെൻ സാൻഡ് ബിക്കംസ് ഡേർട്ടി ആസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി എക്സസീവ് ലോസ് ഓഫ് ഹെഡ്, ദ ഫിൽറ്റർ മസ്റ്റ് ബി ക്ലീൻ ആൻഡ് വാഷ്ഡ്. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ബെഡ് യൂസ് ചെയ്ത് വരുമ്പോൾ ആ പുറത്ത് ഒരു ലെയർ ഫോം ചെയ്യും, ആ സാൻഡ്. അപ്പോൾ ആ പുറത്തുള്ള സാൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഡേർട്ടി ആവും. ദെൻ അപ്പോൾ എന്ത് ചെയ്യണം, ആ ലെയർ മാറണമെങ്കിൽ ഫിൽറ്റർ മസ്റ്റ് ബി ക്ലീൻഡ് ആൻഡ് വാഷ്ഡ്. ഫോർ ക്ലീനിങ് ദ റോ സപ്ലൈസ് ആസ് വെൽ ആസ് ദ ഫിൽറ്റേർഡ് സപ്ലൈസ് ഹാവ് ടു ബി കട്ട് ഓഫ്, ബെഡ് ഡ്രെയിൻ ഡൗൺ ആൻഡ് വാഷ് വാട്ടർ സെൻഡ് ബാക്ക് അപ്വേർഡ് ത്രൂ ദ ഫിൽറ്റർ ബെഡ്സ്. ഇപ്പോൾ ക്ലീനിങ് സമയത്ത് റോ സപ്ലൈസും അതുപോലെ ഫിൽറ്റേർഡ് സപ്ലൈസും എന്ത് ചെയ്യണം, ഹാവ് ടു ബി കട്ട് ഓഫ്. പിന്നെ അതുപോലെ ബെഡ് ഡ്രെയിൻ ഡൗൺ ആൻഡ് വാഷ് വാട്ടർ സെൻഡ് ബാക്ക് അപ്വേർഡ് ത്രൂ ദ ഫിൽറ്റർ ബെഡ്സ്. ആൻഡ് ദിസ് ഫോഴ്സ്ഡ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാഷ് വാട്ടർ ആൻഡ് കംപ്രസ്ഡ് എയർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ will agitate the sand particles and thus removing the suspended impurities from it. Then ഇനി ഇതിൽ ബാക്ക് വാഷിംഗ് സമയത്ത് ഏതൊക്കെ വാൽവാണ്
ഓപ്പൺ ആയിരിക്കുന്നത്, ഏതൊക്കെ വാൽവാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കുമ്പോൾ വാൽവ് നമ്പർ 1ഉം വാൽവ് നമ്പർ 4ഉം മാത്രമേ ഓപ്പൺ ആയിരിക്കൂ. ഇപ്പോൾ ബാക്ക് വാഷിംഗ് സമയത്ത് ഇപ്പോൾ വാൽവ്സ് 1 and 4 ആർ ക്ലോസ്ഡ് ആൻഡ് വാൽവ്സ് 5 and 6 ആർ ഓപ്പൺ. വാൽവ് നമ്പർ 5 മീൻസ് കംപ്രസ്ഡ് എയർ വാൽവ്, വാൽവ് നമ്പർ 6 വാഷ് വാട്ടർ സപ്ലൈ വാൽവ്. അപ്പോൾ ബാക്ക് വാഷിംഗ് സമയത്ത് വാൽവ് നമ്പർ 5 and 6 ആർ ഓപ്പൺ, വാൽവ് നമ്പർ 1 and 4 ആർ ക്ലോസ്ഡ്. The wash water and compressed air are thus forced upward from the under drainage through the gravel and sand beds. Then valve number 5 is closed after supplying the required amount of air. ഇപ്പോൾ വാൽവ് നമ്പർ 5 എന്ന് പറഞ്ഞ കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യേണ്ട വാൽവാണ്. അപ്പോൾ ആ 5 എന്ന് പറഞ്ഞത് നമ്മൾ എയർ സപ്ലൈ ചെയ്തതിന് ശേഷം വാൽവ് നമ്പർ 5 ക്ലോസ് ചെയ്യുക. വാൽവ് നമ്പർ 5 ഈസ് ക്ലോസ്ഡ് ആഫ്റ്റർ സപ്ലൈയിങ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എയർ. ദെൻ ദ ഡേർട്ടി വാട്ടർ റിസൾട്ടിങ് ഫ്രം വാഷിങ്സ് ഓവർഫ്ലോസ് ഇൻടു ദ വാഷ് വാട്ടർ ട്രപ്സ് ആൻഡ് ഈസ് റിമൂവ്ഡ് ബൈ ഓപ്പണിംഗ് വാൽവ് 2. അപ്പോൾ ഡേർട്ടി വാട്ടർ വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡേർട്ടി വാട്ടർ ഓവർഫ്ലോസ് ഇൻ ടു ദ വാഷ് വാട്ടർ ട്രഫ്സ്. ഇതിനെ ഇനി റിമൂവ് ചെയ്യണമെങ്കിൽ വാൽവ് നമ്പർ 2 ഓപ്പൺ ആക്കണം. ആൻഡ് ഇസ് റിമൂവ്ഡ് ബൈ ഓപ്പണിംഗ് വാൽവ് നമ്പർ 2 ത്രൂ ദ ഇൻലെറ്റ് ചേംബർ ഇൻ ടു ദ വാഷ് വാട്ടർ ഗട്ടർ. The process of washing the filter and removing the dirty water is generally continued for a period of about 3 to 5 minutes. അപ്പോൾ ആ ഫിൽറ്ററിനെ വാഷ് ചെയ്യുന്നതും ഡേർട്ടി വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും 3 to 5 minutes കണ്ടിന്യൂ ചെയ്യാം. ആഫ്റ്റർ ദ വാഷിംഗ് ഓഫ് ദ ഫിൽറ്റർ ഹാസ് ബീൻ കംപ്ലീറ്റഡ്, വാൽവ്സ് 2 and 6 വിൽ ബി ക്ലോസ്ഡ്. വാൽവ് നമ്പർ 2 എന്ന് പറഞ്ഞത് വേസ്റ്റ് വാട്ടർ വാൽവ് ടു ഡ്രെയിൻ വാട്ടർ ഫ്രം ദ ഇൻലെറ്റ് ചേംബർ, ആൻഡ് വാൽവ് നമ്പർ 6 എന്ന് പറഞ്ഞത് വാഷ് വാട്ടർ സപ്ലൈ വാൽവ്. അപ്പോൾ ആഫ്റ്റർ ദ വാഷിംഗ് ഓഫ് ദ ഫിൽറ്റർ ഹാസ് ബീൻ കംപ്ലീറ്റഡ്, വാൽവ്സ് 2 and 6 വിൽ ബി ക്ലോസ്ഡ് ആൻഡ് വാൽവ്സ് 1 and 3 ആർ ഓപ്പൺ. 1 ഇൻലെറ്റ് വാൽവ്, 3 വേസ്റ്റ് വാട്ടർ വാൽവ് ടു ഡ്രെയിൻ വാട്ടർ ഫ്രം മെയിൻ ഡ്രെയിൻ. അപ്പോൾ വാൽവ് നമ്പർ 1ഉം 3ഉം ഓപ്പൺ ആക്കുക. ദിസ് റെസ്റ്റോർസ് ദ ഇൻലെറ്റ് സപ്ലൈസ് ത്രൂ വാൽവ് 1, ബട്ട് ദ ഫിൽറ്റേർഡ് വാട്ടർ ഇൻ ദ ബിഗിനിങ് ഈസ് നോട്ട് കളക്റ്റഡ് ആൻഡ് വാഷ്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ത്രൂ വാൽവ് 3 ടു ദ ഗട്ടർ. ആൻഡ് ദിസ് ഈസ് നെസസറി ബിക്കോസ് എന്തുകൊണ്ടാ ദ remains of the wash water must be removed from the voids of the filter and a surface mat must be allowed to be formed on sand. Ultimately, the valve number 3 is closed and valve 4 is opened to get the filtered supplies again. അപ്പോൾ ആദ്യം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ആദ്യം ഇത് വാൽവ് ഓപ്പൺ ചെയ്താലും നമ്മൾ വാട്ടർ കളക്ട് ചെയ്യാതിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വരുമ്പോൾ അൾട്ടിമേറ്റ്ലി വാൽവ് 3 എന്ന് പറഞ്ഞത് ക്ലോസ് ചെയ്യുക, 4 ഓപ്പൺ ചെയ്യുക. 4 എന്ന് പറഞ്ഞത് ഫിൽറ്റേർഡ് വാട്ടർ സപ്ലൈ വാൽവ് ഈസ് ഓപ്പൺ. And the entire process of backwashing the filters and the re-maintaining filtered supplies takes about 15 minutes. And the filter unit remains out of operation for this time. And the amount of water required for washing a rapid gravity filter may vary from 2 to 5% of the total amount of water filtered. നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന വാട്ടർ തന്നെയാണ് ഇതിൻ്റെ വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 2 to 5% ഓഫ് ദ ഫിൽറ്റേർഡ് വാട്ടർ. ആൻഡ് റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് ഗെറ്റ് ക്ലോഗ്ഡ് very frequently and have to be washed every 24 to 48 hours. അപ്പോൾ ഈ റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റർ ആണെങ്കിൽ പെട്ടെന്ന് ക്ലോഗ് ചെയ്യും.
അതുകൊണ്ട് നമ്മൾ ഇതിനെ വാഷ് ചെയ്യുക എവരി 24 to 48 hours. The rate of washing may vary between 15 to 90 centimeter rise per minute, and usually 45 centimeter per minute is quite acceptable, or usually taken as 45 centimeter per minute. Design ചെയ്യുമ്പോൾ നമ്മൾ 45 എടുക്കുക. This rate can be provided by a flow of 500 liters per meter square of bed area per minute. അപ്പം നേരത്തെ നമ്മൾ ഇതിന് വാഷിങ്ങിന് 10 to 15 മിനിറ്റ്സ് ടൈം കൊടുക്കണമെന്ന് പറഞ്ഞു. നോർമലി 10 to 15 മിനിറ്റ്സ് ആർ റിക്വയർഡ് ഇൻ വാഷിംഗ്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ മൊത്തം ടൈം എന്ന് പറഞ്ഞത് ടോട്ടൽ ഓഫ് എബൌട്ട് 30 മിനിറ്റ്സ് മേ ബി കൺസ്യൂം. അപ്പോൾ 10 to 15 മിനിറ്റ്സ് വാഷിങ്, ബാക്കി എല്ലാം സെറ്റും തിരിച്ച് ഇതിനെ നമ്മൾ വാഷ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പഴയ കണ്ടീഷനിൽ വരണമെങ്കിൽ മൊത്തം ടൈം റിക്വയർഡ് ഫോർ ഈസ് 30 minutes. And the pressure at which wash water is supplied is about 40 kilonewton per meter square. ഈ വാല്യൂസ് എല്ലാം ഓരോന്നും വേണം നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ. And the large volume of wash water containing low concentration of solids, low concentration എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സോളിഡ് കണ്ടൻറ്റ് 100 to 1000 milligram per liter will be evolved from water treatment plants using filters. For large volume of wash water containing low concentration of solids will thus be evolved from the water treatment plant using filters. And the filter backwash may contain large fraction of organic solids, much larger than that contained in the sludges of the sedimentation flocculation tanks, because the filters do support biological growth, and the filter sludge will have to be suitably disposed of after thickening to ensure its safe disposal. അപ്പോൾ ഫിൽറ്റർ സ്ലഡ്ജിനെ നമ്മൾ തിരിച്ച് ഡിസ്പോസ് ചെയ്യുക, തിക്കൺ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യുക. Then operational troubles in rapid gravity filter. ഇപ്പോൾ ഓപ്പറേഷണൽ ട്രബിൾസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്പറേഷണൽ ട്രബിൾസ് ഇൻ റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽട്ടർ ആർ എയർ ബൈൻഡിങ്, ഫോർമേഷൻ ഓഫ് മഡ് ബാൾസ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് ഫിൽട്ടർ. ഈ മൂന്നാണ് ഏതാ ഓപ്പറേഷണൽ ട്രബിൾസ് ഇൻ റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽട്ടർ. എയർ ബൈൻഡിങ്, ഫോർമേഷൻ ഓഫ് മഡ് ബാൾസ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് ഫിൽട്ടർ. ഇപ്പോൾ ഫസ്റ്റ് വൺ എയർ ബൈൻഡിങ്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഫിൽറ്റർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ വെൻ ദ ഫിൽറ്റർ ഈസ് ന്യൂലി കമ്മീഷൻ, ലോസ് ഓഫ് ഹെഡ് യൂഷ്വലി കോൾഡ് ഇനിഷ്യൽ ലോസ് ഓഫ് ഹെഡ് ഈസ് വെരി സ്മോൾ ആൻഡ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 15 to 30 centimeter. അപ്പോൾ ആദ്യം നമ്മളൊരു ഫിൽറ്റർ കമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ലോസ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞത് കുറവായിരിക്കും. ആ ലോസ് ഓഫ് ഹെഡിൻ്റെ വാല്യൂ ആണ് എത്ര? 15 to 30 centimeter. അപ്പോൾ വീണ്ടും ടൈം കഴിയും തോറും ഈ ലോസ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞത് കൂടിക്കൂടി വരും. അപ്പോൾ ഹവർ ദ ലോസ് ഓഫ് ഹെഡ് ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് ദ ടൈം പാസസ് and as more and more impurities get trapped into it. അപ്പോൾ സമയം കഴിയും തോറും ഇതിനകത്ത് ലോസ് ഓഫ് ഹെഡ് കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ഇതിനകത്ത് ട്രാപ്പ് ആവും. ദെൻ എ സ്റ്റേജ് ഈസ് ഫൈനലി റീച്ച്ഡ് വെൻ ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഫിൽട്ടർ മീഡിയ എക്സീഡ്സ് ദ സ്റ്റാറ്റിക് ഹെഡ് ഓഫ് വാട്ടർ എബവ് ദ സാൻഡ്ബെഡ്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു സ്റ്റേജിൽ ഫൈനൽ ഒരു സ്റ്റേജിലെത്തും വെൻ എന്താണ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഫിൽട്ടർ മീഡിയ എക്സീഡ്സ് ദ സ്റ്റാറ്റിക് ഹെഡ് ഓഫ് വാട്ടർ എബവ് ദ സാൻഡ്ബെഡ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദിസ് റെസിസ്റ്റൻസ് ഈസ് കോസ്ഡ് ബൈ ദ ടോപ്പ് 10 to 15 centimeter സാൻഡ് ലെയർ. അപ്പോൾ ദ ടോപ്പ് 10 to 15 centimeter സാൻഡ് ലെയറാണ്
most of this resistance is caused. And the bottom sand then acts like more or less a vacuum, and water is sucked through the filter media rather than getting filtered through it. But the bottom sand then acts like more or less a vacuum, and water is sucked through the filter media rather than getting filtered through it. The fall of mercury level in the piezometer inserted in the outlet pipe below the center line of the pipe indicates the presence and extent of negative pressure. അപ്പോൾ പീസോമെട്രിക് ട്യൂബ് നമ്മൾ ആൾറെഡി ഔട്ട്ലെറ്റ് എൻഡിലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മെർക്കുറി ലെവൽ, ദ fall of mercury level in the piezometer inserted in the outlet pipe below the center line of the pipe indicates എന്താണ്, the presence and extent of negative pressure. But the negative pressure so developed tends to release the air dissolved in water. It causes the formation of bubbles which stick to the sand grains and thereby seriously affecting the working of the filter. അപ്പം നെഗറ്റീവ് പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തോ എയർ ബബിൾസ് റിലീസ് ദ എയർ ഡിസോൾഡ് ഇൻ വാട്ടർ, ആൻഡ് ഇറ്റ് കോസസ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് വിച്ച് സ്റ്റിക്ക് to the sand grains and thereby seriously affecting the working of the filter. The phenomenon is known as air binding, as the air binds the filter and stops its functioning, thereby reducing the rate of filtration considerably. Then the escape of air into the filter media to form bubbles leading to air binding may in fact results from എന്തൊക്കെ പറഞ്ഞു നേരത്തെ, നെഗറ്റീവ് ഹെഡ് from increase of water temperature as it passes through the bed, and occasionally from oxygen released by algae etc. ഇനി ഇതെല്ലാം ഈ എയർ ബൈൻഡിങ് റെഡി. അപ്പോൾ ദ എസ്കേപ്പ് ഓഫ് എയർ ഇൻ ടു ദ ഫിൽറ്റർ മീഡിയ ടു ഫോം എന്തോ പറഞ്ഞു, ബബിൾസ് ലീഡിങ് ടു എയർ ബൈൻഡിങ് മേ ഇൻ ഫാക്ട് റിസൾട്ട് ഫ്രം എന്തൊക്കെയാ, നെഗറ്റീവ് ഹെഡ്, then from increase of water temperature as it passes through the bed, then and occasionally from oxygen released by algae. അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പറഞ്ഞ എയർ ബൈൻഡിങ്ങിൽ. നെഗറ്റീവ് ഹെഡ് ഫ്രം ഇൻക്രീസ് ഓഫ് വാട്ടർ ടെമ്പറേച്ചർ ആസ് ഇറ്റ് പാസസ് ത്രൂ ദ ബെഡ്, ആൻഡ് ഒക്കേഷണലി ഫ്രം ഓക്സിജൻ റിലീസ്ഡ് ബൈ ആൽഗെ. ഇനി ഈ എയർ ബൈൻഡിങ്ങിന് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഓർ വാട്ട് ആർ ദ റെമഡിയൽ മെഷേഴ്സ് ടു അവോയ്ഡ് എയർ ബൈൻഡിങ്. റെമഡിയൽ മെഷേഴ്സിൽ വൺ ഈസ് ബൈ അവോയ്ഡിങ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സസീവ് നെഗറ്റീവ് ഹെഡ്. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് എയർ ബൈൻഡിങ് വരാനുള്ള കാരണങ്ങൾ പറഞ്ഞു. ഒന്ന് നെഗറ്റീവ് ഹെഡ്, പിന്നെ ഇൻക്രീസ് ഓഫ് വാട്ടർ ടെമ്പറേച്ചർ, പിന്നെ അത് കഴിഞ്ഞ് ഫ്രം ഓക്സിജൻ റിലീസ്ഡ് ബൈ ആൽഗെ. അപ്പോൾ ഇത് നമ്മൾ കുറയ്ക്കണമെങ്കിൽ അവോയ്ഡിങ് development of excessive negative head. Then അതെങ്ങനെ കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ ബൈ ഫ്രീക്വൻ്റ്ലി ക്ലീനിങ് ദ ഫിൽട്ടർ, particularly as soon as the loss of head exceeds the optimum allowable value. On an average, the loss of head is generally limited to 2.5 meter to 3.5 meter, and the negative head is about 1.2 meter. അപ്പോൾ നമ്മൾ എക്സസീവ് നെഗറ്റീവ് ഹെഡ് വരുന്നത് അവോയ്ഡ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റായിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഫ്രീക്വൻ്റായിട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് എക്സീഡ്സ് ദ ഓപ്റ്റിമം അലോബിൾ വാല്യൂ ആണെങ്കിൽ ഉടനെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. ആവറേജ് പറയുകയാണെങ്കിൽ ലോസ് ഓഫ് ഹെഡ് ഈസ് ജനറലി ലിമിറ്റഡ് ടു 2.5 to 3.5 meter, ആൻഡ് നെഗറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞത് about 1.2 meter. Then second one,
by controlling the growth of algae. ആൽഗയുടെ ഗ്രോത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുക. ദെൻ തേർഡ്, ബൈ റെമഡിയിങ് കണ്ടീഷൻസ് ദാറ്റ് സൂപ്പർ സാച്ചുറേറ്റ് ദ വാട്ടർ വിത്ത് എയർ. ദെൻ ഫോർത്ത്, by taking precautions if possible against the water getting warm as it passes through the filter plant. അപ്പോൾ നമ്മൾ മേളിൽ പറഞ്ഞ 3 കാര്യങ്ങളും അത് കുറയ്ക്കുക, എന്നാൽ മാത്രമേ എയർ ബൈൻഡിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂ. അപ്പം നെഗറ്റീവ് ഹെഡിന്, പിന്നെ വാട്ടർ ടെമ്പറേച്ചർ, പിന്നെ അതുപോലെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ആൽഗയിൽ നിന്ന് ഓക്സിജൻ റിലീസ്ഡ് ബൈ ആൽഗെ, അത് കുറയ്ക്കുക. അപ്പോൾ ഇത്രയാണ് റെമഡിയൽ methods or remedial measures to avoid air binding. Then second is the formation of mud balls. അപ്പം mud balls എന്ന് പറഞ്ഞാൽ the mud from the atmosphere usually accumulates on the sand surface so as to form a dense mat. ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള സാൻഡ് ലെയറാണ്, അതിനകത്ത് mud from the atmosphere accumulates on the sand surface so as to form a dense mat. During inadequate washing of the filter, this mud may sink down into the sandbed. അപ്പം നല്ലോണം ഇത് വാഷ് ചെയ്തില്ലെങ്കിൽ, ഫിൽറ്റർ വാഷ് ചെയ്തില്ല എങ്കിൽ ഈ മഡ് എല്ലാം കൂടെ സാൻഡ് ബെഡിൽ സിങ്ക് ചെയ്യും. ദിസ് മഡ് then sticks to the sand grains and other arrested impurities, thereby forming mud balls. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തില്ല എങ്കിൽ ഈ മഡെല്ലാം കൂടെ ഈ ഫിൽറ്റർ ബെഡിൽ അല്ലെങ്കിൽ സാൻഡ് ബെഡിൽ സിങ്ക് ചെയ്ത് ഈ സാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കും. അപ്പോൾ സ്റ്റിക്ക് ചെയ്തിരിക്കുമ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് വന്നാൽ ഇതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്ന് കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? thereby forming mud balls. അപ്പോൾ the mud from the atmosphere usually accumulates on the sand surface so as to form a dense mat. During inadequate washing of the filter, this mud may sink down into the sand bed, and this mud then sticks to the sand grains and other arrested impurities, thereby forming mud balls. These mud balls slowly and steadily go on increasing in size and weight. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ മഡ് ബാൾസ് ആയിരിക്കും ഫോം ചെയ്യുക, പിന്നെ ഇത് പതുക്കെ എന്താവും, ലാർജ് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ വെയ്റ്റും ഇൻക്രീസ് ചെയ്യും. ദിസ് മഡ് ബാൾസ് സ്ലോലി ആൻഡ് സ്റ്റെഡിലി ഗോ ഓൺ ഇൻക്രീസിങ് ഇൻ സൈസ് ആൻഡ് വെയ്റ്റ്. They may then sink down into the gravel, thus interfering with the upward movement of wash water during cleaning. അപ്പോൾ ആദ്യം ഈ സാൻഡ് ലെയറിൽ മഡ് ബാൾ ഫോർമേഷൻ ഉണ്ടാവും, അത് പതുക്കെ താഴോട്ട് സിങ്ക് ചെയ്ത് ഗ്രാവൽ ലെയറിലും വരും. അപ്പോൾ വരുമ്പോൾ ദസ് ഇൻ്റർഫിയറിങ് വിത്ത് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാഷ് വാട്ടർ ഡ്യൂറിങ് ക്ലീനിങ്. ദേ കോസ് turbulence around them and thus hinder with the uniform application of wash water. അപ്പോൾ അവിടെ യൂണിഫോം ആപ്ലിക്കേഷൻ നമുക്ക് നടക്കുക വാഷ് വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ. Then the high velocities created around the edges of these balls also displace the gravel and thereby forming mounds, while above the balls the sand is improperly washed and mud accumulates. Thus, once the mud ball formation starts, they go on increasing in number until the entire space in the filter box gets filled up with them. ഇത്രയാ മഡ് ബാൾ ഫോർമേഷൻ. ഇനി ഇതിപ്പോൾ ഇങ്ങനെയാണ് മഡ് ബാൾ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഹൗ ടു കൺട്രോൾ ഓർ വാട്ട് ആർ ദ measures adopted to control the mud ball formation. അതിന് മഡ് ബാൾ ഫോർമേഷന് ഫസ്റ്റ് വൺ, മഡ് ബാൾസ് മേ ബി ബ്രോക്കൺ വിത്ത് സം മെക്കാനിക്കൽ റാക്സ്. ആ ഫോം ചെയ്ത മഡ് ബാളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക മെക്കാനിക്കൽ റാക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്. ദെൻ മഡ് ബാൾസ് ക്യാൻ ഓൾസോ ബി ബ്രോക്കൺ ബൈ വാട്ടർ സ്ട്രീം ബൈ യൂസിങ് എ 10 mm pipe having a pointed
closed end and 2 perforations a bit above the point. Then the pipe is connected to a rubber hose furnishing water under pressure. അപ്പോൾ ആദ്യം ഒന്ന് മെക്കാനിക്കൽ റേക്ക് ഉപയോഗിച്ച് ഇതിനെ ബ്രേക്ക് ചെയ്യുക. രണ്ടാമത് ബ്രേക്ക് ചെയ്യാൻ വാട്ടർ സ്ട്രീം. ദെൻ തേർഡ് compressed air score during backwashing for about 4 minutes. Supported with manual surface racking may help in effective removal of mud balls. അപ്പോൾ മൂന്നാമത് compressed air score during backwashing for about 4 minutes and supported with manual surface racking. Then fourth one, the bed of the filter is first washed. Then water is drawn off to 10 cm depth above the bed and caustic soda is applied. ഇപ്പോൾ ഫോർത്ത് വൺ പറഞ്ഞത് ദ ബെഡ് ഓഫ് ദ ഫിൽട്ടർ എന്ന് പറഞ്ഞത് ഫസ്റ്റ് വാഷ് ചെയ്യുക. ദെൻ വാട്ടർ ഈസ് ഡ്രോൺ ഓഫ് ടു 10 cm ഡെപ്ത് എബവ് ദ ബെഡ് ആൻഡ് കാസ്റ്റിക് സോഡ ഈസ് അപ്ലൈഡ്. ദെൻ when the filter gets badly clogged and damaged, then it may have to be totally replaced. ഇപ്പോൾ ഫിൽറ്റർ മൊത്തം നല്ലവണ്ണം ക്ലോഗ് ചെയ്തു എങ്കിൽ ടോട്ടലായിട്ട് ആ ഫിൽറ്റർ ബെഡ് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക മീൻസ് റീപ്ലേസ് ചെയ്യുക. അതിനെ മാറ്റി നമുക്ക് ആ ഫിൽറ്റർ ബെഡ് വേണമെങ്കിൽ ഫിൽറ്റർ സാൻഡിനെയൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ പ്രത്യേകിച്ച് റീപ്ലേസ് ചെയ്യാം. ഇതാണ് റെമഡിയൽ മെഷേഴ്സ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് മഡ് ബാൾസ്. ദെൻ തേർഡ് ട്രബിൾ എന്ന് പറഞ്ഞത് ക്രാക്കിംഗ് ഓഫ് ഫിൽട്ടർ. ക്രാക്കിംഗ് ഓഫ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ദ ഫൈൻ സാൻഡ് കണ്ടെയ്ൻഡ് ഇൻ ദ ടോപ്പ് ലെയേഴ്സ് ഓഫ് ദ ഫിൽറ്റർ ബെഡ് shrinks and causes the development of shrinkage cracks in the sand bed. അപ്പോൾ ഈ ക്രാക്കിംഗ് വരുന്നത് ആ ഫൈൻ സാൻഡ് ആണെങ്കിൽ ആ ടോപ്പ് ലെയറിലായിരിക്കും ഫൈൻ സാൻഡ് നമ്മൾ പ്ലേസ് ചെയ്യുക. ലാർജ് സൈസാണ് ബോട്ടത്തിൽ വരുന്നത്. അപ്പോൾ ആ ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞത് ഇൻ ദ ടോപ്പ് ലെയർ ഓഫ് ദ ഫിൽറ്റർ ബെഡ് എന്ത് ചെയ്യും? shrinks and causes the development of shrinkage cracks in the sand bed. അപ്പോൾ ഈ ക്രാക്ക് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത് വാൾ ജംഗ്ഷനിലായിരിക്കും. ദീസ് ക്രാക്സ് ആർ മോർ പ്രോമിനൻറ്റ് നിയർ ദ വാൾ ജംഗ്ഷൻസ് ആൻഡ് വിത്ത് ദ യൂസ് ഓഫ് ഫിൽട്ടർ ദ ലോസ് ഓഫ് ഹെഡ് ആൻഡ് ദെർഫോർ ദ പ്രഷർ ഓൺ ദ സാൻഡ് ബെഡ് ഗോസ് ഓൺ ഇൻക്രീസിങ് വിച്ച് ഫർദർ ഗോസ് ഓൺ വൈഡനിങ് ദീസ് ക്രാക്സ്. അപ്പോൾ വിത്ത് ദ യൂസ് ഓഫ് ഫിൽട്ടർ അപ്പോൾ ഇങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ദ ലോസ് ഓഫ് ഹെഡ് ആൻഡ് ദെർഫോർ ദ പ്രഷർ ഓൺ ദ സാൻഡ് ബെഡ് ഗോസ് ഓൺ ഇൻക്രീസിങ് വിച്ച് ഫർദർ ഗോസ് ഓൺ വൈഡനിങ് ദ ക്രാക്സ്. ദെൻ ദ ഫ്ലോക്ക്, മഡ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് arrested in the filter penetrate deep into the filter through these cracks and thus impairing both the washing of the filter and the efficiency of filtration. ഇനി ഇതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് അഡോപ്റ്റഡ് ഫോർ പ്രിവെൻറ്റിങ് മഡ് ബാൾ ഫോർമേഷൻ. മഡ് ബാൾ ഫോർമേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ എന്തോ മഡ് ബാൾസ് എന്ന് പറഞ്ഞത് ബ്രോക്കൺ ചെയ്യുക വിത്ത് സം മെക്കാനിക്കൽ റാക്സ്, പിന്നെ അതുപോലെ വാട്ടർ സ്ട്രീം, പിന്നെ കംപ്രസ്ഡ് എയർ സ്കോർ, പിന്നെ അതുപോലെ ഫിൽറ്റർ ബെഡ് ഫസ്റ്റ് വാഷ് ചെയ്യുക. ദെൻ ഇനി കംപ്ലീറ്റ് ആയിട്ട് ക്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടോട്ടലി റീപ്ലേസ് ചെയ്യുക. ഇത്രയാണ് ഓപ്പറേഷണൽ ട്രബിൾസ് ഇൻ റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽട്ടർ.